പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, ഇന്ന് കൃപാസ്ഥാനത്താറെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവെ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവെ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവെ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഉണ്ടല്ലോ, ഞാനിപ്പോഴേ ഈ ദിവസങ്ങളിലെ നമ്മുടെ ചാവറ പിതാവില്ലേ, ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, വിശുദ്ധ ചാവറയച്ചൻ, ചാവറച്ചന് പട്ടം കൊടുത്ത ഒരു പിതാവുണ്ട്. ഒരു ഇറ്റാലിയൻ കർമലൈറ്റ്സാണ്, മൗറിലിനസ് ടബിലിൻ്റെ പിതാവ്. 1827 മുതൽ 1831 വരെയാണ് അദ്ദേഹത്തിൻ്റെ വാരാപ്പുഴ വികാരിയാത്തിൽ അദ്ദേഹം ബിഷപ്പായിരുന്നത്. ഇപ്പം ഞാനിപ്പോൾ 1 മാസമായിട്ട് സബിലി പിതാവിനെ കുറിച്ചുള്ള ഗവേഷണങ്ങളും പഠനങ്ങളുമാണ്. എൻ്റെ മനസ്സ് പറയുന്നു അങ്ങേരെ ട്രേസ് ഔട്ട് ചെയ്യണമെന്ന്. അപ്പോൾ എനിക്കൊരു ഫ്രണ്ടുണ്ട്, ഫാദർ ജെയിംസ് പുലിയൂരമ്പിൽ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. പാലായിലെ വലിയ അച്ഛനാണ്.
സെമിനാരി പ്രൊഫസറാണ്. കോട്ടയം സെമിനാരി കുറേ വർഷങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം പാലാ സെമിനാരിൽ പോയി അദ്ദേഹമായിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ സ്റ്റബിലിൻ്റെ പിതാവിനെക്കുറിച്ച് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നതാണ് അച്ഛൻ. സ്റ്റബിലിൻ്റെ പിതാവിനെക്കുറിച്ചല്ല, അച്ഛൻ്റെ സബ്ജക്റ്റ് ഒരു കാലത്തുണ്ടായിരുന്ന ഡബിൾ റെയിമിനെ കുറിച്ചാണ്. സഭയിലുണ്ടായിരുന്ന 2 അധികാര സ്ഥാനങ്ങളുണ്ടായിരുന്നു, പാതിർവാദവും അതുപോലെ പ്രൊപ്പഗാന്തയും. അപ്പോൾ ഞാൻ അച്ഛനോട് സംസാരിച്ച്, അപ്പോൾ അന്ന് എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയതാണ് സ്റ്റബിലിൻ്റെ പിതാവിൽ എന്തോ ഒരു കണ്ടൻറ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ഈ ദിവസം വായിച്ച് വന്നപ്പോൾ എനിക്ക് ഒരു സംഭവം കണ്ടതെന്ന് വെച്ചാൽ, സ്റ്റബിലിൻ്റെ പിതാവിൻ്റെ കാലത്താണ് കാറ്റക്കിസം ചേഞ്ച് ചെയ്യണത്. അന്ന് വരെ ഏകാധ്യാപകരാണ് സഭയിലുണ്ടായിരുന്നത്. സ്റ്റബിലിൻ്റെ പിതാവ് അത് 2 അധ്യാപകരെ വെച്ച്, ആണുങ്ങൾക്കൊരു അധ്യാപകർ, സ്ത്രീകൾക്ക് വേറെ അധ്യാപകർ. അങ്ങനെ വെച്ചതിൻ്റെ വേറെ ചെയ്യുന്നത് വെച്ചാൽ സ്റ്റബിലിൻ്റെ പിതാവ് വേറെ കാര്യം ചെയ്ത് സിലബസ് മൊത്തം ചേഞ്ച് ചെയ്തു. സിലബസ് ചേഞ്ച് ചെയ്ത് എന്താ അറിയാമോ? സിലബസ് ദൈവസ്നേഹം, ഒറ്റ സിലബസ് മാത്രം. ആ ഡോക്ട്രിന ക്രിസ്തവ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ ഡോക്ട്രിൻസ്, വിശ്വാസ പ്രമാണങ്ങൾ, അത് മുതിർന്ന പിള്ളേരിലേക്ക് വന്ന പുള്ളിക്കാരൻ ദൈവസ്നേഹം എന്ന സബ്ജക്റ്റ് പഠിച്ചാൽ മതി എന്ന് പറയും. ഡോക്ട്രിന ക്രിസ്ത്യൻ നിങ്ങൾ ബേസിക് കാറ്റഗിസം ആദ്യം പഠിച്ചിരുന്നു, ഇപ്പോൾ നിങ്ങൾ മുതിർന്നപ്പോഴിന് ലവ് ഓഫ് ഗോഡ് പഠിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ എന്നാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ എന്ത് ഡോക്ടറേറ്റ് എടുത്താലും, നമ്മൾ ഉപരി പഠനങ്ങൾ നടത്തിയാലും, ക്രിസ്ത്യാനിറ്റി ഇരിക്കുന്നത് എപ്പോഴും ഈ ലവ് ഓഫ് ഗോഡിലാണ് ഇരിക്കുന്നത്, ദൈവസ്നേഹത്തിൽ. ദൈവസ്നേഹം ഒരു വ്യക്തിയുടെ ഉള്ളിൽ തീക്ഷ്ണതരമാകാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ അന്വേഷിച്ചാൽ ഈ ലോകത്ത് നമുക്ക് ലയിക്കാൻ പറ്റും. ഒരു വ്യക്തിക്ക് ദൈവസ്നേഹം കൂടിക്കഴിഞ്ഞാലേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, നിങ്ങൾ പത്രം കൊടുത്തോ, നിങ്ങൾ കുടമ്പടിയിൽ ഉപവിപ്രവർത്തനം ചെയ്തോ എന്നല്ല. അതൊക്കെ ചെയ്യുമ്പോൾ അതെല്ലാം ദൈവസ്നേഹത്തെ പ്രതി കാഴ്ചവെച്ചുകൊണ്ട് നിങ്ങൾ ദൈവസ്നേഹത്തിന് നിലവാരം കൂട്ടിയോ എന്നാണ് ചിന്തിക്കേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞെന്താ? സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു. ഒന്ന് വായിച്ചേ. 1 കൊറിന്തോസ് 13:7. 1 കൊറിന്തോസ് 13:7. സ്നേഹം സകലതും സഹിക്കുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു. നമുക്ക് ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഡാർവിൻ്റെ തിയറി എന്താണ്? സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നാണ്. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, അതായത് സർവൈവൽ എന്ന് പറഞ്ഞാൽ അതിജീവനം. ആരാണ്? അതായത് ശക്തൻ്റെ അതിജീവനമാണ്. അപ്പോൾ ഈ ശക്തനെന്നാ പറഞ്ഞാൽ ആരാണ്? ശരിക്കും പറഞ്ഞാൽ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നത് ശക്തിയാണ്. ആ ശക്തി ഏതാണ് ബൈബിൾ ഉദ്ദേശിക്കുന്നത്? ദൈവസ്നേഹമാണ്. അതറിയണമെങ്കിൽ ഇപ്പം നമ്മുടെ യാക്കോബില്ലേ, അതായത് യാക്കോബ് ആ ലേയായെ ഭയങ്കര ഇഷ്ടമായിരുന്നു. യാക്കോബിനല്ലേ, യാക്കോബിന് ലേയായെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ. ലേയ അല്ല, റാഹേലിനെ. ലേയാലിനെ അയാൾ പറഞ്ഞ പൂച്ചക്കഞ്ഞിനെയാണൊക്കെ, അത് അഭിഷേകമില്ലാതെ കൊണ്ട് പൂച്ചക്കണ്ണി എന്നൊക്കെ പറയണതേ. റാഹേലിലേക്ക് അഭിഷേകം അല്ല, ലേയായിൽ അദ്ദേഹത്തിന് അഭിഷേകമില്ല. ചിലപ്പോൾ ആ പൂച്ചക്കണ്ണുകാർ വേറെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും, അവർക്ക് അഭിഷേകമുണ്ട്. അതാണ് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടാത്തവർ വേറെ ചില ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ദൈവം ഓരോരുത്തർക്ക് നിശ്ചയിച്ചേക്കണമുണ്ടല്ലേ. പക്ഷേ ഇയാൾ തെറ്റി വേറെ ഒരു സെൽഫ് ലവായിട്ട് റാഹേലിനെ ഇഷ്ടപ്പെട്ടപ്പോൾ കുറേ ലാബാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ചേർത്ത് നിർത്തി അനിയത്തേക്ക് അടിക്കുന്ന പരിപാടിയൊന്നുമില്ല, നീ വേറെ ജോലി ചെയ്യും, അപ്പം നിനക്ക് വേണമെങ്കിൽ റാഹേലിനെ കല്യാണം കഴിപ്പിച്ച് തരാം. പക്ഷേ എന്നിട്ട് ഇപ്പം പിന്നെ കഷ്ടപ്പെട്ട് എല്ലൊടിഞ്ഞ് ജോലി ചെയ്യാൻ തുടങ്ങി. രാത്രി പോലെ ഉറക്കം നിന്ന് ഓവർടേക്കിട്ട് ജോലി ചെയ്യാൻ. അവസാനം എന്താ പറഞ്ഞറിയാം? എന്താ പറഞ്ഞതൊക്കെ? 29:20 ഉൽപ്പത്തി 29:20 എടുത്തേ. അങ്ങനെ റാഹേലിന് വേണ്ടി യാക്കോബ് 7 കൊല്ലം പണിയെടുത്തു. 7 കൊല്ലം എല്ല് പണിയെടുത്തു. അവളോടുള്ള സ്നേഹം മൂലം, സ്നേഹം കാരണം ആ വർഷങ്ങൾ ഏതാനും നാളുകളായേ അവന് തോന്നിയുള്ളൂ. അവന് സ്നേഹം കൂടിയപ്പ അത് ലവ് ലെവൽ വർദ്ധിക്കണം. സബലിൽ പിതാവ് പറഞ്ഞ കറക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ലോകത്തെ കീഴടക്കാനും പൗലോസ് പറഞ്ഞ പോലെ എല്ലാത്തിനും അതിജീവിക്കാനും നമ്മൾ ചെയ്യുന്ന ഉടമ്പടിയിലൂടെ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ
ഉടമ്പടിയിലൂടെ ചെയ്യുന്ന ഉപവിപ്രവർത്തനങ്ങൾ ദൈവസ്നേഹത്തിനെ അടിസ്ഥാനപ്പെടുത്തി ചെയ്തിട്ട് വരുമ്പോൾ, ദൈവസ്നേഹം നമ്മൾ വർദ്ധിച്ചു വരുമ്പോൾ നമുക്കിതിനെല്ലാത്തിനും ജീവിതത്തെ അതിജീവിക്കാൻ കഴിയും. അതാണ് ഈ സർവ്വലോകി ഫിറ്റ്നസ് എന്ന് പറയുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞാൻ കയറുമ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടാവും. ഞാൻ തല മുതൽ കാല് വരെ മാതാവിനെ തൊടിയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരും. അപ്പോൾ ബൈപ്പാപ്പിലാണ് ആൾ കിടക്കുന്നത്. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു, ആളുടെ നില സീരിയസ് ആണ്, ആൾക്ക് ശ്വാസം കിട്ടുന്നില്ല, പെട്ടെന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. വെന്റിലേറ്ററിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഒപ്പിട്ട് കൊടുത്തു. തിരിച്ച് ഞാൻ ഇറങ്ങിപ്പോന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഹസ്ബൻഡിനെ ഒന്ന് വെന്റിലേറ്ററിൽ കയറ്റുന്നതിന് മുമ്പ് ഒന്ന് കാണണമെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു കണ്ടോളൂ വാന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ICUയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബൈപ്പാപ്പ് വെച്ചിട്ടുണ്ട്, എങ്കിലും ആൾക്ക് ശ്വാസം കിട്ടുന്നില്ല. ആൾ കട്ടിലിൽ കിടന്ന് വട്ടം കറങ്ങുകയാണ്. അപ്പോൾ വെന്റിലേറ്ററിൽ കയറ്റാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം തലയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. എനിക്ക് ആ അവസ്ഥ കണ്ടു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇറങ്ങി ഓടി ഇവിടെ വന്നിരുന്ന് കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ മോനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇത്രയും മാത്രം, എനിക്ക് വേറെ ഒന്നും പ്രാർത്ഥിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സ്ഥിരം സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. എൻ്റെ ഹസ്ബൻഡിന് ഇതിൽ നിന്നും രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്നും പറഞ്ഞ് ഞാൻ നേർന്നു. ഞാനിത് ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ രാത്രി ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരുന്നു. രാത്രി 12 മണിയായി. അപ്പോൾ ICUന്ന് ഒരു സുന്ദരിയായ ഒരു നഴ്സ്, എനിക്ക് എങ്ങനെയാണ് അത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, നമ്മുടെ മാതാവിനെ പോലെ എനിക്ക് തോന്നി. നീല ഉടുപ്പിട്ട് പച്ച പാൻറ്റും ഇട്ട ഒരു നഴ്സാണോ എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് മാതാവായിട്ടാണ് തോന്നിയത്. മാതാവ്, എൻ്റെ മോൻ സംസാരിക്കാത്ത കുട്ടിയായതുകൊണ്ട് എല്ലാ ദിവസവും അവനെ കയറ്റി കാണിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ മാതാവ് എന്ന് പറഞ്ഞ് ഞാൻ ആ നേഴ്സ് എൻ്റെ അടുത്ത് വന്നേച്ച് പറഞ്ഞു, അച്ഛന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒന്നും പേടിക്കണ്ട. അപ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി എൻ്റെ ഹസ്ബൻഡിന് മാതാവ് സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ പറഞ്ഞു, ഇനിയൊന്നും പേടിക്കണ്ട, മാതാവ് സൗഖ്യപ്പെടുത്തുന്നുണ്ട്, ഈശോയും മാതാവും ഹസ്ബൻഡിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വീട്ടിലേക്ക് പോകാം, നമ്മളിവിടെ നിർത്തൂല, വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ് എന്നെ മോനെയും വീട്ടിലേക്ക് വിട്ടു. അനിയൻ ഹസ്ബൻഡിൻ്റെ അടുത്തിരുന്നു.
ഞങ്ങൾ രാവിലെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ഉറങ്ങിയില്ല. തിരിച്ച് രാവിലെ 6 മണിയായപ്പോൾ ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വന്നു. ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ എൻ്റെ ഒരു ബ്രദറിൻ്റെ മോൾ അവിടെ അസിസ്റ്റൻറ്റ് ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവൾ വന്നിച്ചും പറഞ്ഞു, ഞാൻ അങ്കിളിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ ആൻറ്റി വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അവൾ ഓടി ചെന്ന് ICUലേക്ക് ഓടി കയറി കുറച്ച് നേരം സംസാരിച്ചിട്ട് ഓടി എന്നോട് വന്ന് പറയാണ്, അങ്കിളിന് ഒരു കുഴപ്പവുമില്ല, വെൻറ്റിലേറ്ററും ഇല്ല, ബൈപ്പാപ്പും ഇല്ല, നോർമൽ ഓക്സിജൻ പോലും ഇല്ലാതെ സ്വയം ശ്വസിച്ചുകൊണ്ട് നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു ദൈവത്തിന്, മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞു. മാതാവാണ് ഈശോയും കൂടിയാണ് എൻ്റെ ഹസ്ബൻഡിന് ഈ സൗഖ്യം കൊടുത്തതെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്ത് 2019 ഉടമ്പടി എടുത്തത്. അപ്പോൾ എൻ്റെ ഇളയ മകന് പുറത്തു പോയി ഉപരിപഠനത്തിന് പഠിക്കണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ അപ്പോൾ പോകാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വിഷമമായി. അവന് പുറത്തുപോയി പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളായിട്ട് തടസ്സം നിൽക്കുന്നില്ല. ഞാൻ അങ്ങനെയാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് തന്നെ. 2019 ഇവിടെ വന്ന് നിയോഗം എഴുതിയിട്ടു. മകന് ഉപരിപഠനത്തിന് വിദേശത്ത് പോയി പഠിക്കാനുള്ള അനുഗ്രഹം ലഭിക്കണേ എന്ന് എഴുതി നിയോഗത്തിൽ എഴുതിയിട്ടായിരുന്നു. അന്ന് ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ മുതൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കും കുടുംബത്തിനും മാതാവിൻ്റെ ഒത്തിരി സംരക്ഷണ വലയും ഞങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ഞങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടി ഇവൻ്റെ എന്ത് ആവശ്യത്തിന് വേണ്ടിയും ഞങ്ങൾ ബാങ്കുകാരെ സമീപിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ അത് ഉടനെ ഞങ്ങൾക്ക് പാസ്സായി കിട്ടുന്നുള്ളതാണ്. അങ്ങനെ ആ പ്രോസസ്സിങ് നടന്നു. കൃത്യം 1 വർഷമായപ്പോൾ, ഉടമ്പടി എടുത്ത് 1 വർഷമായപ്പോൾ 2021 അതായത് 2019 നവംബറിലാണ് ഉടമ്പടി എടുത്തത്. 2029 സെപ്റ്റംബർ ആയപ്പോൾ അവൻ UK എത്തി. ഇപ്പോൾ അവൻ കോഴ്സ് കഴിഞ്ഞു. അപ്പോൾ ജോലിക്ക് കയറിയിരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകൻ, ഞാൻ പറഞ്ഞു ഹിയറിംഗ് ബേഡ് ആണെന്ന് പറഞ്ഞു അവൻ. അപ്പോൾ അവനും ഇവനേലും കൂടുതൽ ആഗ്രഹം പുറത്തുപോയി പഠിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏജൻസിക്കാരെയൊക്കെ സമീപിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു IELTS ഒക്കെ പാസ്സാവണം. അപ്പോൾ മോന് കേൾക്കാത്തത് കൊണ്ട് അതിന് സാധിക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അവന് പോകാൻ പറ്റില്ല. വിസിറ്റിംഗ് വിസയ്ക്കൊക്കെ പോകാൻ പറ്റും, അല്ലാതെ മോന് അവിടെ പഠിക്കാനോ ജോലിക്കായിട്ടോ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അടുത്ത ഉടമ്പടി പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നിയോഗം എഴുതി വെച്ചിട്ടു, എൻ്റെ മോന് ഒരു ഗവൺമെൻറ് ജോലി കിട്ടണം എന്ന്. അവൻ സിവിൽ എൻജിനീയറിങ്, അതായത് പോളിടെക്നിക്കിൽ സിവിൽ എൻജിനീയറിങ് കഴിഞ്ഞതാണ്. അങ്ങനെ ഞാൻ എഴുതിയിട്ടു. പെട്ടെന്നാണ് അവൻ PSC എക്സാമൊക്കെ എഴുതണ്ടായിരുന്നു. ഈ ഉടമ്പടി എഴുതിയിട്ട് 2 മാസത്തിനുള്ളിൽ അവൻ്റെ റാങ്ക് ലിസ്റ്റിൽ അവൻ്റെ പേര് വന്നു. അവൻ 14ാമത്തെ റാങ്കിൽ അവൻ്റെ പേര് വന്നു. ഇപ്പോൾ അവന് 2-3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവന് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി. 2023 മാർച്ച് 27 വാട്ടർ അതോറിറ്റിയിൽ ഓവർസിയറായിട്ട് അവൻ ജോയിൻ ചെയ്തു. ഇപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് മാതാവിൻ്റെ ഈശോയുടെയും അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയതാണെന്ന് ഞാനും ഞങ്ങളുടെ കുടുംബവും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഈ നെഞ്ചിൻ്റെ താഴെ ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടുമായിരുന്നു. എനിക്ക് എപ്പോഴും ചൊറിയും. ഞാനൊരു ഓയിൻമെൻറ്റ് അത് പുരട്ടും, അത് മാറും. വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് ചൊറിഞ്ഞു വരും. വീണ്ടും ആ ഓയിൻമെൻറ്റ് ഞാൻ അവിടെ പുരട്ടും. അങ്ങനെ വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തോളമായി ഈ ഓയിൻമെൻറ്റ് പുരട്ടി ഈ ചൊറിച്ചിലും ഒരു ബ്ലാക്ക് കളറായിട്ടിരിക്കും ആ ഇത് അവിടെ. അപ്പോൾ അങ്ങനെ പുരട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഉടമ്പടിയിലായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും എന്ത് അസുഖം വന്നാലും ഉടമ്പടി തൈലമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഒറ്റയ്ക്ക് ഒരു ദിവസമേ ഞാൻ ആ ഉടമ്പടി തൈലം ആ ചൊറിച്ചിലുള്ള ഭാഗത്ത് പുരട്ടിയുള്ളൂ.
പിന്നെ ആ ചൊറിച്ചിലും ഉണ്ടായിട്ടില്ല, ഇന്ന് വരെ ആ ചൊറിച്ചിലും ഉണ്ടായിട്ടില്ല. അവിടെ ഒരു പാട് പോലും ഇല്ല. അങ്ങനെ എനിക്ക് രോഗസൗഖ്യം കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കൈ